കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരം കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. വളരെ തിരക്ക് കുറഞ്ഞ ദിവസമാണ്. രാവിലെ മുതൽ തന്നെ സോപാനം വഴി വളരെ സുഖദർശനമാണ്. രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ച കാണാം. മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് കാണാം, സോപാനത്തു നിന്നും കാണാം. അങ്ങനെ നല്ല ദർശനമാണ് ഇന്ന്. നമുക്ക് ആദ്യം തന്നെ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിങ്ങനെ വരാം. അങ്ങനെ വന്ന് ഗരുഡനെയൊക്കെ കണ്ടുവന്ന് അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. അത്തിമര ഗണപതിയുടെ അവിടെ വരുമ്പോഴും നല്ല സുഖമാണ്, സുഖദർശനം തന്നെയാണ് അവിടെ. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ ആ വാതിൽപ്പടി കയറുമ്പോൾ ആ ബലിക്കല്ലിൻ്റെ അവിടുന്ന്, വലിയ ബലിക്കല്ലിൻ്റെ അവിടുന്ന് നോക്കിയാൽ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ കാണാം മുകളിൽ. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മിയുടെ വിഗ്രഹം കാണാം. അപ്പോൾ നോക്കി വന്ന് അതേപോലെ വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാൻ ആ പീഠം കാണാം. അതേപോലെ വലത്തെ സൈഡിലുള്ള തൂണ്, ആദ്യം കാണുന്ന തൂണൊന്ന് നോക്കി തൊഴാൻ, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ്. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ ചെന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ഇവിടുന്ന് വരുമ്പോൾ തന്നെ സുഖമായിട്ട് കാണാം. അങ്ങനെ നോക്കി വരുമ്പോൾ രണ്ട് കാൽത്തളകൾ കാണാനുണ്ട്. പിന്നെ മുട്ട് കുത്തിയിട്ടാണ്, ഇന്നിങ്ങനെ മുട്ട് കുത്തിയിട്ടാണ് ഉണ്ണി നിൽക്കണം കേട്ടോ. നമ്മളെ നോക്കിയിട്ട് ചെറിയ മുട്ടുത്തി കണ്ണനാ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. വലത്തെ കൈ ഇങ്ങനെ, ഇടത്തെ കൈയിൻ്റെ അവിടെ ഓടക്കുഴൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പൊന്നോടക്കുഴൽ. വലത്തെ കൈയും വെറുന്നനെ മുട്ടുകുത്തിയിട്ട് ഓടി വരികയാണ് നമ്മുടെ അടുത്തേക്ക്. എന്നെ എടുക്കുമോ എന്ന് വെച്ചിട്ട് വരുന്ന മാതിരിയാണ്. അപ്പോൾ നല്ല രസം. ആ ചെറിയൊരു ഉണ്ണിയാണേ, വളരെ രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ മാറിൽ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്, പിന്നെ അതേപോലെ ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണേ. അപ്പോൾ നമുക്ക് തന്നെ എടുക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു കുട്ടിയാണ്. രണ്ട് കാലും ഇങ്ങനെ കുത്തി, രണ്ട് കൈയും കുത്തി അങ്ങനെ വരുന്ന ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ട് ചെറിയ ഉണ്ണിയാണ്. അങ്ങനെ കൈവളകൾ കാണാനുണ്ട്, അതേപോലെ തോൾവളകൾ കാണാനുണ്ട്. പിന്നെ പീലിത്തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 3 ഉണ്ട് വിധാനമായിട്ടുള്ള മാരത്തെ. തെച്ചിയും തുളസിയും അതേപോലെ വെളുത്ത പൂവും തുളസിയും, അങ്ങനെ തന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും കൂടി. അതേമാതിരി ഉണ്ടമാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, അതിങ്ങനെ ആടി കളിക്കുന്ന മാതിരി. അതും വെളുത്ത പൂവും തുളസിയും തെച്ചിയും കൂടി ഉള്ളതാണ്. അങ്ങനെ നല്ലൊരു രസമായിട്ടുള്ളൊരു കാഴ്ച. ആ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഇറങ്ങി അഗ്നികോണിലേക്ക് നോക്കിയിട്ട് തൊഴുതു. ബലിക്കല്ല് നോക്കി, അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് ആലിലക്കണ്ണനെ കണ്ട് തൊഴുതു. പിന്നെ നമ്മൾ നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴുക. അതിനുശേഷം ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ചന്ദനച്ചാർത്തായും കൊണ്ടുവരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെയാണ് കാര്യമായിട്ടുണ്ടാവുക. ഇന്നലെയൊക്കെ വൈകുന്നേരം വന്ന് തൊഴുമ്പോഴേക്കും എല്ലാ ഭാഗവും ക്ലിയറായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് അത്ര ആയിട്ടുണ്ടാവില്ല. ചില ദിവസം ഉച്ചയ്ക്കല്ലേ നല്ലതായിട്ടുണ്ടാവും. എന്നാലും ഇന്നിങ്ങനെ കുറേശ്ശെ അങ്ങനെ വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു തൊഴാം ഗണേശന്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ടു തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ടു തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ ആ മായാദേവിയുടെ വിഗ്രഹം കാണാം. അതേപോലെ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിയുടെ അവിടെ മേൽശാന്തി ഇരിക്കണം. മേൽശാന്തിയുടെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഉച്ചപൂജ എന്ന് മേൽശാന്തിയായിരുന്നു. കാവപ്പുറം മാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതേപോലെ അത് കഴിഞ്ഞ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ശില്പം കാണാം, വാമനാവതാരം കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ധാരാളം മാലകളുണ്ട്.
ബ്രഹ്മാവിനും അതേപോലെ ലക്ഷ്മി ദേവിക്കും വിഷ്ണുവിനൊക്കെ നിറയെ മാലകളുണ്ട്. അത് നല്ല രസമായിട്ട് വിധാനമായിട്ട് ഒരുപാട് മാലകൾ ചാർത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുക. അതിന് ശേഷം നമ്മൾ പുറകുവശത്ത് വന്നിട്ട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ണൻ്റെ അവിടെ നല്ല നിറച്ച് മാലകളുണ്ട്. തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടേ ഇരിക്കുന്നു, ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ. അത് കഴിഞ്ഞാൽ മുരുകനെ കണ്ടു തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കുറച്ച് കുങ്കുമമുണ്ട്, പിന്നെ ഒരു വെറ്റില മാലയുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുറച്ച് തന്നെ ഉള്ളൂ. ഇന്നലെ തീരെ കുങ്കുമം ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് തൊഴുത് ആ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം കുറച്ച് പടിഞ്ഞാട്ട് മാറിയിട്ട് ചുമരിലേക്ക് നോക്കിയാൽ നമ്മളെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. അവിടെ കണ്ട് തൊഴാം. പിന്നെ മണിക്കിണർ നോക്കി തൊഴുത് നൃത്താറയിൽ കിടാവിളക്ക് കത്തിരിക്കുന്നു, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് തൊഴുക. അങ്ങനെ നമ്മൾ കുറൂരമ്മേനെ നാരദരെയൊക്കെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ വടക്കേ നടയിലൂടെ പുറത്ത് കടന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി പ്രസാദ കൗണ്ടറിലെത്തിയിട്ട് തീർത്തൊക്കെ വാങ്ങി നേരെ എടത്തിരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ ചെല്ലുമ്പോൾ എന്താ കുറേശ്ശൊക്കെ തിരക്കുണ്ട്. തിരക്ക് എന്ന് വെച്ചാൽ ഒരു 10-15 ആൾക്കാർ, അതെങ്ങനെയാണ് അവിടെ വന്നത്, അല്ലെങ്കിൽ അത്രയൊന്നും ഇല്ല. മൊത്തത്തിൽ നോക്കിയാൽ അത്ര ഇല്ലാത്ത അവസ്ഥ, എന്നാലും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അമ്മേനെ കണ്ടു തൊഴാം. അവിടെ ഗോളക തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കാണ് തോന്നുന്നത് ഇപ്പോൾ ആവണത് അലങ്കാരങ്ങളൊക്കെ. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്, അത് നന്നായിട്ടുണ്ട്. അപ്പം അങ്ങനെ കാണാം. അപ്പോൾ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിലേക്ക് എത്തിയ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. പിന്നെ നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മളെ മുട്ടുത്തി കണ്ണനെ കാണാനായിട്ട് നോക്കാം. ഉണ്ണി അവിടെ അങ്ങനെ നിന്ന് ചിരിക്കുകയാണ് നമ്മളോടെ, ഇന്നെടുക്ക് എന്ന് പറഞ്ഞിട്ടേ, അതേമാതിരിയാണ്. അപ്പോൾ ഒന്നുകൂടി കണ്ടു തൊഴാം. അതിനുശേഷം നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്ന് കിടാവിളക്ക് നോക്കി തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെയും പീലി തിരുമുടിയൊക്കെ വെച്ചിട്ട് കാണാൻ തന്നെ കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് തന്നെയാണ്. അപ്പോൾ അയ്യപ്പസ്വാമിനെയും പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നീട് കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാലേ ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെയും കണ്ടു തൊഴാം. പിന്നെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് പോവാം. ഇന്ന് ഭക്ഷണത്തിൻ്റെ അവിടെയൊക്കെ തിരക്ക് കുറവ് തന്നെ കേട്ടോ. ഇന്ന് ആര് വന്നാലും ഭക്ഷണം കിട്ടുന്ന തരത്തിലാണ്. ഇന്ന് വന്നവർക്കൊക്കെ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും അർത്ഥം. അങ്ങനെ അന്നലക്ഷ്മി ഹാളിൻ്റെ അതിൽ പോയി ആ പൂന്താനത്തിൻ്റെ ആ പൂജിച്ച വിഗ്രഹം കാണാനായിട്ട് നാരായണാലയത്ത് കയറി അവിടെ നിന്ന് തൊഴുതു. പിന്നീട് നമ്മളിങ്ങനെ ദേവിയുടെ അവിടെ വന്നിട്ട് ഒന്നുകൂടി തൊഴുതു. പിന്നെ നമ്മൾ നേരെ വന്ന് ദീപസ്തംഭത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുതു. അവിടുന്ന് ഒന്നുകൂടി നോക്കിയാൽ കാണുമോ എന്നുള്ളതാണ്. വന്ന് കാണും. കാരണം എന്താ വെച്ചാൽ തിരക്കില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കാണാം. അങ്ങനെ അവിടുന്ന് നമ്മൾ തെക്കേ നടയിലേക്ക് വരുന്നു. അവിടെ വന്ന് ആ കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നത് ശരത്ത് ചിത്തിര വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ മനോജ് രേവതി ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ഗാഥ ആയില്യം ഗഗൻ തിരുവോണം പഠനത്തിന് വേണ്ടിയിട്ടാണ്, ഹരിത ഉണ്ണിമോളുടെ സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ്, പിന്നെ റീമയ്ക്ക് ഗ്യാസിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്, ഷീല മധുവിൻ്റെ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ശ്രീകല അവിട്ടം ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട്, സന്ദീപ് ഭരണി പഠനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് പറഞ്ഞത് ഉഷാകുമാരിയുടെ അയൽവാസിക്ക് വൃക്ക മാറ്റി വെക്കലാണ്. അപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പരോപകാരം എന്നുള്ള നിലയ്ക്ക് തന്നെ പ്രാർത്ഥന. അത് നന്നായി. പിന്നെ വരുന്നത് സന്തോഷി മകീരം ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആഷിത രോഹിണി പരീക്ഷ വിജയത്തിനാണ്. പിന്നെ ശിവന്യ കൃഷ്ണ മകം, അതേപോലെ സായി കൃഷ്ണ ജ്യോതി, അവർക്കും പഠനത്തിന് വേണ്ടിയിട്ട്. പിന്നെ നിഖിൽ രേവതി, അവർക്ക് ടെൻഷനാണ്, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആണ് ഇത്രയും ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഗുരുവായൂർ ഓൺലൈൻ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.